1147 മുതല്ലിമീങ്ങൾ ഒരുമിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദറസേ കേരളത്തിലുള്ളൂ, ഇന്ത്യയിലുള്ളൂ. അത് മർക്കസുസ് സഖാഫത്ത് സുന്നിയയിലെ ശരീഅത്ത് കോളേജാണ്. നമ്മൾ മനസ്സിലാക്കണം. 1497 യതീമക്കൾ, പൂർണ്ണ യതീമുകൾ, ഉപ്പമാരില്ലെന്ന് 100% ബോധ്യമുള്ള 1497 യതീമക്കൾ പഠിക്കുന്ന ഒരേ ഒരു യതീംഖാനയെ കേരളത്തിലുള്ളൂ, ഇന്ത്യയിലുള്ളൂ, ഏഷ്യയിലുള്ളൂ. അത് മർക്കസുസ് സഖാഫത്ത് സുന്നിയയിലെ തുർക്കിയായ യതീംഖാനയാണെന്ന് നാം മനസ്സിലാക്കണം. നമ്മളും കുടിച്ചു പാക്കഞ്ചി അറിഞ്ഞിട്ട് ഇങ്ങനെ അഭിപ്രായം പറയാൻ വളരെ എളുപ്പാ. ഞാൻ ചോദിക്കുന്നു, ഒരു ദിവസം 1,65,000 രൂപ ഈ രാജ്യത്തിലെ പട്ടിണി പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുപോയി ചെലവഴിക്കുന്ന ഒരേ ഒരു മനുഷ്യനെ ഇന്ത്യയിലുള്ളൂ, കേരളത്തിലുള്ളൂ, ഏഷ്യയിലുള്ളൂ. ആ മനുഷ്യനാണ് ശൈഖുന കാന്തപുരം എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ചോദിക്കട്ടെ, അതിനു പകരം ദിവസവും 1,65,000 വേണ്ട, കേവലം 165 രൂപ, 165 രൂപ എല്ലാ ദിവസവും ഈ രാജ്യത്തിലെ പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? പീഡികത്തിണ്ണയിലിരുന്ന് അഭിപ്രായം പറയുന്നതിന് മുമ്പ് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചിന്തിക്കാനാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ഒരാരോപണം ഉന്നയിക്കുമ്പോ, ഒരഭിപ്രായം പറയുമ്പോ ഞാൻ ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്, പറയുന്ന ഞാനാരാണ് എന്ന് ചിന്തിക്കാൻ നാം സ്വയം വളർന്നില്ലെങ്കിൽ മഹ്ശറയിൽ വെച്ച് മറുപടി പറയേണ്ടി വരും. ഞാനത് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാഹ്, ജാഹിലിയത്ത് അത്തരം അബദ്ധങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ നാട്ടുകാർക്ക് വേണ്ടിയല്ലത് പറയുന്നത്, മറിച്ച് ഈ രാജ്യത്തിൽ നല്ലവരായ സഹോദരങ്ങൾ ചിന്തിക്കുന്നതിന് വേണ്ടിയാണ്. ഞാൻ പറയട്ടെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, 1,65,000 രൂപ ഇന്ന് വൈകുന്നേരമാകുമ്പോഴേക്ക് എന്റെ കയ്യിൽ കിട്ടണമെന്ന് ചിന്തിക്കുന്ന ഒരു പണ്ഡിതൻ, നിങ്ങൾ ഞാൻ ചിന്തിക്കുന്നതോ 250 രൂപ ഇന്ന് വൈകുന്നേരമാവുമ്പോൾ എന്റെ കയ്യിലേക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എന്റെ മകൻ പട്ടിണി കിടക്കും, എന്റെ മക്കൾ പട്ടിണി കിടക്കുമെന്ന് വിലപിക്കുന്ന നമ്മുടെ മുന്നിൽ ഒരു ദിവസം വൈകുന്നേരമാകുമ്പോഴേക്ക് 1,65,000 രൂപ എന്റെ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ എന്റെ പാവപ്പെട്ട യതീമുകളും മുതല്ലിമീങ്ങളും പട്ടിണി കിടക്കുമല്ലോ എന്നാലോചിച്ച് വിലപിക്കുന്ന ഓരോ മനസ്സേ നമ്മുടെ രാജ്യത്തുള്ളൂ. അത് മഹാനായ കാന്തപുരം ഉസ്താദിന്റേതാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ആരുണ്ട് കാന്തപുരത്തിന് പകരം നിൽക്കാൻ? ആരുണ്ട് കാന്തപുരത്തിന് പകരം നിൽക്കാൻ? ഞാൻ വെല്ലുവിളിക്കുന്നു. 1,65,000 രൂപ കാന്തപുരം ഈ രാജ്യത്തിലെ പട്ടിണി പാവങ്ങൾക്ക് ചെലവഴിക്കുമ്പോ ആ കാന്തപുരത്ത് തോൽപ്പിക്കാൻ ധൈര്യം കാണിക്കണം നമ്മൾ. എങ്ങനെ? 2,65,000 രൂപ രാജ്യത്തിലെ പട്ടിണി പാവങ്ങൾക്ക് ചെലവഴിച്ചുകൊണ്ട് 1497 യതീമക്കളെ ഒരേ സമയത്ത് പഠിപ്പിച്ചു വളർത്തിക്കൊണ്ടുവന്ന് ലോകത്തിന്റെ വിവിധ ഭാഗത്തുള്ള ഉന്നതമായ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസേഴ്സാക്കി മാറ്റിയെടുക്കാൻ സാധിക്കുന്ന കാന്തപുരത്തെ തോൽപ്പിക്കാൻ 2,497 യതീമക്കളെ പഠിപ്പിച്ചുകൊണ്ട് മാതൃക കാണിക്കാൻ തന്റെ ഇടമുള്ളവരുണ്ടോ? അവിടെയാണ് നമ്മൾ വിജയിക്കേണ്ടത്. അവിടെയാണ് വിജയിക്കേണ്ടത്. മറിച്ച് നമ്മളിപ്പോ ഇവിടെ ഉള്ളത് 1867 പള്ളികൾ. ഒരു പള്ളിയിൽ 2,500-3,000 പേര് നിസ്കരിക്കുന്ന പള്ളി. അങ്ങനെയുള്ള 1867 പള്ളികൾ ഒരേ ഒരു പണ്ഡിതന്റെ കൈകൊണ്ട് കേരളക്കരയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പണ്ഡിതൻ മഹാനായ കാന്തപുരമാണ് എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. ചോദിക്കട്ടെ, ഒരു പള്ളി നിർമ്മിക്കാൻ സാധിച്ചവർ എത്ര പേര് എന്റെ സദസ്സിലുണ്ട്? ഒരു പള്ളി നിർമ്മിക്കാൻ സാധിച്ചവർ എത്ര പേരെന്റെ സദസ്സിലുണ്ട്? ഈ വരുന്ന വെള്ളിയാഴ്ച ജുമാ നിസ്കാരം നടക്കുന്നുണ്ട് ഈ പള്ളികളില്. ശരാശരി 2,000 പേര് വെച്ച് 1867 പള്ളികളിൽ നടക്കുന്ന സുജൂദിന്റെ എണ്ണം കണക്കാക്ക്. അത്രയും സുജൂദുകൾ ഒരു പണ്ഡിതന്റെ അക്കൗണ്ടിലേക്ക് അള്ളാഹു എഴുതി തീർക്കുന്നുവെങ്കിൽ ആ പണ്ഡിതന്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകില്ലേ സഹോദരങ്ങളെ? സാധിക്കും. ആ പണ്ഡിതന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകും. ആ ഉത്തരമാണ് കേരളമെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഉത്തരമാണ് കേരളമെന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുകയല്ല. ഞാനൊരു കാര്യം എന്റെ പ്രിയപ്പെട്ട സഹോദരനോട് പറയുന്നത്, മർക്കസുസ് സഖാഫത്ത് സുന്നിയ മാത്രമല്ല,
4000 വരുന്ന ആളുകളെ പൂർണ്ണമായും ദത്തെടുത്ത് പഠിപ്പിക്കുന്ന, 4000 വരുന്ന മുത്തഅല്ലിമീങ്ങളെയും യതീമക്കളെയും പാവപ്പെട്ടവരെയും പൂർണ്ണ ചെലവ് വഹിച്ചുകൊണ്ട് ദത്തെടുത്ത് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം മർക്കസ് തഖാവത്തി സുന്നിയ അല്ലാതെ ഇന്ത്യ രാജ്യത്ത് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? ഞാൻ എപ്പോഴും പറയാനുള്ളത് പറയട്ടെ, മഹാനായ ശൈഖുനാ കാന്തപുരം ഉസ്താദ് നേതൃത്വം നൽകുന്ന സ്ഥാപനവും ഉസ്താദിനെ വിമർശിക്കുന്ന മുഴുവൻ ആളുകളും നടത്തുന്ന മുഴുവൻ സ്ഥാപനവും ഒരുമിച്ച് വെച്ചാൽ ഉസ്താദിന്റെ സ്ഥാപനത്തിന്റെ 10-1 എത്തുമെന്ന് പറയാൻ ധൈര്യമുള്ളവരെങ്കിലും ഉണ്ടോ? എന്റെ പ്രിയപ്പെട്ട നല്ലവരായ സഹോദര സഹോദരിമാര്, ആരാണ് നമ്മുടെ നേതൃത്വമെന്ന് മനസ്സിലാക്കണം. കേരളത്തിൽ 300-ലേറെ വരുന്ന സ്ഥാപനങ്ങൾ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇന്ന് 1000-കണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ചു വരികയാണ്. കേരളത്തിന്റെ പുറത്ത് ഇന്ത്യ രാജ്യത്തെ മുഴുവൻ സ്റ്റേറ്റുകളിലും വ്യക്തമായ സ്ഥാപനങ്ങൾ വെച്ചുകൊണ്ട് ദീനീ ശൃംഖലക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു പണ്ഡിതനെ ഈ ഇന്ത്യ രാജ്യത്ത് ജനിച്ചിട്ടുള്ളൂ. അത് മഹാനായ ശൈഖുനാ കാന്തപുരം ഉസ്താദാണ്. ഇന്ത്യക്ക് പുറത്ത് 16 സ്റ്റേറ്റുകളിൽ വ്യക്തമായ പ്രബോധന ശൃംഖല നിലനിർത്തുന്ന ഒരേ ഒരു പണ്ഡിതനെ ഏഷ്യയിലുള്ളൂ. അത് ശൈഖുനാ കാന്തപുരം ഉസ്താദാണ്. ഞാനും എന്താ ചെയ്തത്? ഞാനിത് എന്തിനാ ഇവിടെ പറയണേ? ഉസ്താദ്, ഞാൻ എപ്പോഴും ദുആ ഒരു സ്ത്രീയുണ്ട്. ഞാൻ എപ്പോഴും എല്ലാ സദസ്സിലും ദുആ ചെയ്യുന്ന, എല്ലാ നിസ്കാരത്തും ദുആ ചെയ്യുന്ന സ്ത്രീയുണ്ട്. മഹാനായ ശൈഖുനാ കാന്തപുരം ഉസ്താദിന് ഭക്ഷണം കൊടുക്കാൻ ഭാഗ്യം ലഭിച്ചൊരു പാവപ്പെട്ട ഉമ്മ. കൊച്ചുനാളിൽ ഈ ചാരിയത്ത് ഓതിപ്പടിച്ചപ്പോ ഒരു സാധു മുത്തല്ലിമെന്ന് ഉസ്താദിന്റെ കൂട്ടത്തിൽ നിന്ന് പറന്നു പോകുന്നത് പോലെ കേറി ചെന്നപ്പോ ഉള്ള ചോറ് കൊണ്ട് ഒപ്പിച്ചെടുത്തുകൊണ്ട് ഈ ദാരിദ്ര്യത്തിനിടക്കും ആ പിഞ്ചുമകന് മുത്തഅല്ലിമിന് ഭക്ഷണം കൊടുത്ത് വളർത്തിയെടുക്കാൻ ഭാഗ്യം ലഭിച്ച വലിയ ഉമ്മയുണ്ട് ഈ ചാലിയത്ത്. അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്ത് കൊടുക്കുമാറാവട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ആ വീട്ടിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. നിങ്ങൾക്കറിയോ, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ആ ഒരു ഉമ്മയുടെ ഭക്ഷണത്തിന്റെ ഫലമായി ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റം എന്താ? ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തൊന്നുമല്ല കാര്യങ്ങളുള്ളത്. ഞാൻ പറയട്ടെ, സൗദി അറേബ്യയിൽ ഒരു കാലത്ത് മൗലിദോദിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്ന എത്ര ആലിമീങ്ങൾ ഉണ്ടായിരുന്നു? അദാദ് ജലിയതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്ന ആലിമീങ്ങൾ ഉണ്ടായിരുന്നു. എന്തിനേറെ ശൈഖുനാ കാന്തപുരം ഉസ്താദിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ചോദിച്ച ചോദ്യം എന്താ? അയ്നല്ലാ വകം ഐദി വകം അർജുലു. അള്ളാഹുവിന്റെ കൈ എത്രയാണ്, കാലെത്രയാണ്, അള്ളാഹ് എവിടെയാണ്? മഹാനായ ഫാറൂഖ് ഉസ്താദ് പറഞ്ഞു, നിങ്ങൾക്ക് തിരിച്ചു എത്ര എളുപ്പമുണ്ടായിരുന്നു. ഞാൻ പോരുമ്പോ അള്ളാന്റെ മർക്കസിൽ ആ ബെഞ്ചിന്റെ മൂലക്ക് എങ്ങനെ ഇരിക്കണ് എന്ന് പറഞ്ഞാൽ സംശയം ഉണ്ടെങ്കിൽ പോയി കൊണ്ടുതന്നെ ഇവിടെ വന്നാ പിന്നെ നമ്മളെ കൈകാര്യം ചെയ്യല് എന്ന് ഫാറൂഖ് ഉസ്താദ് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ചോദ്യം അതാണ്. അയ്നല്ല വക്കം ഐദി വക്കം അർജുൻ. ചോദിക്കുന്ന ആരാ? ചില്ലറക്കാരൊന്നുമല്ല, വലിയ മുത്തവ്വമാ. പക്ഷേ ബഹുമാനപ്പെട്ട ഉസ്താദിന് മറുപടി പറഞ്ഞു, അല്ലൈനു മക്കാനും വൽ മക്കാനു ഹാദിസുൻ വല്ലാഹു ഖദീമുൻ അൽ ഖദീമു യഅറുദു അലൽ ഹാദിസി മുഹാലും. സുഖമായി മറുപടി പറഞ്ഞു. അള്ളാന്ന് എവിടെയെന്ന് വെച്ചാൽ ഏത് സ്ഥലത്ത് നിന്നല്ല കുട്ടികളെ ചോദ്യം. ഏത് സ്ഥലം എന്ന് വെച്ച സ്ഥലം അള്ളാന്റെ ഒരു സൃഷ്ടിയല്ലേ. അള്ളാന്റെ സൃഷ്ടിയായ ഒരു സാധനത്തിൽ സിട്ടാവായ അള്ള ഇരിക്കാന്ന് പറയുന്ന മുഹാലല്ലേ? അത് വിവരക്കേടല്ലേ? എവിടെയെന്ന് ചോദിച്ചാൽ ഏത് സ്ഥലത്ത് നിന്നല്ലേ അതിന്റെ അർത്ഥം? ഈ സ്ഥലം ആരുണ്ടാക്കിയത്? അള്ളല്ലേ. അപ്പൊ ആ സ്ഥലം അള്ള ഉണ്ടാക്കിയ ഏത് സ്ഥലത്താണ് അള്ളാന്ന് ചോദിക്കുന്നത്? വിവരക്കേടല്ലേ? ഏത് സ്ഥലങ്ങൾ പറഞ്ഞാലും അതിന് മുമ്പോഴുള്ള ചോദ്യം വരൂലേ? ഇത് ബുദ്ധിപരമായ ഉസ്താദ് സമർത്ഥിച്ചു. പക്ഷേ അൽഹംദുലില്ലാ മാറ്റങ്ങൾ ഉണ്ടായി സൗദിയിൽ. നിങ്ങൾക്കറിയുമോ, ഉസ്താദിനെ അറസ്റ്റ് ചെയ്ത മുത്തവ്വയടക്കം 400 പ്രധാനപ്പെട്ട മുത്തവ്വമാർ ഇനി ഒരിക്കലും വെളിച്ചം കാണാത്ത വിധം ജയിലറയിൽ കിടക്കുകയാണ് ഇരുട്ടിന്റെ മറവിൽ. കാന്തപുരം ഉസ്താദ് പ്രബോധന രംഗത്ത് തിളങ്ങി നിൽക്കുകയാണ്. അൽഹംദുലില്ലാ. മാത്രോ ഞാൻ പറയട്ടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മഹാനായ കാന്തപുരം ഉസ്താദിനെ അറസ്റ്റ് ചെയ്തിരുന്ന
മഹാനായ ഖലീൽ ബുഖാരി തങ്ങളെ അറസ്റ്റ് ചെയ്തിരുന്ന ആ സൗദിയിൽ പുതിയ രാജാവ് ഭരണമേറ്റെടുത്തു. ആ പുതിയ അബ്ദുള്ള രാജാവ് ഭരണമേറ്റെടുത്തപ്പോ ആദ്യത്തെ സ്വീകരണം നടക്കുന്ന സമയത്ത് സാധുവായി ഞാൻ സൗദിയിലുണ്ട്. മക്കയിൽ നിന്ന് 8 കിലോമീറ്റർ ദൂരെ വെച്ച് നടത്തിയ ആ സ്വീകരണ സദസ്സിലേക്ക് സൗദി രാജാവിനെ ആലപിച്ചു കൊണ്ടുപോകുന്നത് ദഫ് മുട്ടിയിട്ട് മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ എന്ന സുഖമായ മൗലിദോദിയിട്ട് ബുർദ ചൊല്ലിയിട്ട് പരസ്യമായി മക്കയിലെ നടുറോട്ടിലൂടെ സൗദി രാജാവിനെ ആനയിച്ചു കൊണ്ടുപോയി ഭംഗിയായി ബുർദ ചൊല്ലി സ്വീകരണം നൽകാവുന്ന ഒരവസ്ഥയിലേക്ക് മക്കയുടെ പരിശുദ്ധ മണ്ണിനെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്.